അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രവാചക ചരിത്രത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ ഖുർആനിലും തിരുനബി വചനങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള ഏതാനും നബിമാരുടെ ജീവിത ചരിത്രത്തിലെ കുറച്ചു ഭാഗങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ചരിത്രമാകുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കുറവുകളോ ഉണ്ടാകും. അത് കൂട്ടുകാർ ക്ഷമിക്കുമല്ലോ. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു തന്ന കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായിരുന്നോ? ഇന്നതിന്റെ ബാക്കിയായി മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളെ രക്ഷിക്കുന്നതിനു വേണ്ടി ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകുന്ന സംഭവം നമുക്ക് പറയാം. കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ. ബിസ്മില്ലാഹ്. ദി പ്രോഫറ്റ് മൂസ അലൈഹിസ്സലാം. വർഷങ്ങൾ കടന്നുപോയി. മൂസാ നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ച് അവിടെ സ്ഥിരതാമസമാക്കുകയും ഈജിപ്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം അദ്ദേഹം മറന്നു പോവുകയും ചെയ്തു. പ്രവാചകൻ മൃഗങ്ങളെ നന്നായി പരിചരിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഭാര്യയെയും കുഞ്ഞിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. യാത്രക്കിടയിൽ സിനാ പർവ്വതത്തിനടുത്തെത്തി. അവർ അവിടെ വിശ്രമിച്ചു. അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. അതുകൊണ്ട് വിറക് കഷ്ണങ്ങൾ കത്തിച്ച് തീയുണ്ടാക്കി തണുപ്പകറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനുവേണ്ടി അദ്ദേഹം വിറകന്വേഷിച്ചു പോയി. അപ്പോൾ പർവ്വതത്തിന്റെ മുകളിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാം കണ്ടു. പ്രവാചകൻ തീ കണ്ട സ്ഥലത്തേക്ക് നടന്നു നീങ്ങി. ചെറിയ കുറ്റിക്കാട്ടിൽ നിന്നാണ് തീ കത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ ചെടികൾ കരിയുന്നുണ്ടായിരുന്നില്ല. പ്രവാചകൻ അത് നോക്കി നിന്നു. പെട്ടെന്ന് അദ്ദേഹം ഒരു ശബ്ദം കേട്ടു. ഓ മൂസ, ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ നാഥനാകുന്നു. ആ ശബ്ദം കേട്ട് പ്രവാചകൻ അമ്പരന്നു. എന്റെ സാന്നിധ്യത്തിൽ നീ നിന്റെ കാലിലുള്ള പാദരക്ഷ അഴിച്ചു മാറ്റുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ തന്റെ കാലിലെ പാദരക്ഷ അഴിച്ചു മാറ്റി തീയുടെ അടുത്തേക്ക് നടന്നു. നീ ഇപ്പോൾ ഒരു പ്രവാചകനായിരിക്കുന്നു. നീ ഈജിപ്തിൽ പോയി ഫിർഔനെ കാണുക, എന്നിട്ട് എന്നെ കുറിച്ച് പറയുക എന്ന് അല്ലാഹു പ്രവാചകനോട് കൽപ്പിച്ചു. പ്രവാചകന് സംശയമായി. എനിക്കെങ്ങനെ ഫിർഔനെ പറഞ്ഞു ബോധ്യപ്പെടുത്താനാവും? അപ്പോൾ അല്ലാഹു അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിന്റെ വലത്തെ കയ്യിലുള്ളത്? ഇതെന്റെ വടിയാണ്. അദ്ദേഹം മറുപടി പറഞ്ഞു, ആ വടി തറയിലേക്കിടുക, അല്ലാഹു ആവശ്യപ്പെട്ടു. അല്ലാഹു പറഞ്ഞതുപോലെ അദ്ദേഹം ചെയ്തു. പെട്ടെന്ന് തന്നെ ആ വടി പാമ്പായി മാറി. പിന്നീട് അതിനെ കയ്യിലെടുക്കാൻ അല്ലാഹു വീണ്ടും ആവശ്യപ്പെട്ടു. പ്രവാചകൻ ആ പാമ്പിന്റെ ദേഹത്ത് തൊട്ടയുടനെ ആ പാമ്പ് വീണ്ടും പഴയ വടിയായി മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കുറച്ച് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ഈജിപ്തിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. ഈജിപ്തിലെത്തിയതിനു ശേഷം പ്രവാചകന്റെ സഹായത്തിനായി സഹോദരൻ ഹാറൂണിനെ കൂടെ നിർത്താൻ ആവശ്യപ്പെട്ടു. പ്രവാചകൻ ഈജിപ്തിലെത്തി. അതിനുശേഷം പ്രവാചകനും അദ്ദേഹത്തിന്റെ സഹോദരനും കൊട്ടാരത്തിൽ ചെന്ന് പ്രവാചകൻ പറഞ്ഞു, ഓ ഫിർഔൻ, ഞാൻ ഏക സത്യദൈവമായ അല്ലാഹുവിന്റെ ദൂതനാണ്. ഇസ്രായേലരെ എന്റെ കൂടെ വിടാൻ അനുവദിക്കുക. ഇത് കേട്ട് ഫിർഔൻ പൊട്ടിച്ചിരിച്ചു. അല്ലാഹുവിന്റെ മാർഗത്തിൽ പിന്തുടർന്നില്ലെങ്കിൽ സംഭവിക്കാവുന്ന വിപത്തുകളെ കുറിച്ച് പ്രവാചകൻ അദ്ദേഹത്തിന് താക്കീത് ചെയ്തു. എന്നാൽ ഫിർഔൻ അത് നിരസിച്ചു. കാരണം താനാണ് ദൈവമെന്ന് അയാൾ കരുതിയിരുന്നു. അല്ലാഹുവിന്റെ ദൂതനാണെന്ന് തെളിയിക്കുന്നതിനുള്ള വല്ല അടയാളം കാണിക്കാൻ ഫിർഔൻ ആവശ്യപ്പെട്ടു. ഉടനെ പ്രവാചകൻ തന്റെ കയ്യിലിരുന്ന വടി തറയിലിട്ടു. ആ വടി പെട്ടെന്നൊരു വലിയ പാമ്പായി മാറി. ഫിർഔൻ അടക്കം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരു നിമിഷത്തേക്ക് അമ്പരന്നുപോയി. പിന്നീട് പ്രവാചകനെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നീ കാണിച്ചതുപോലെയുള്ള ജാലവിദ്യ ചെയ്യുന്ന ജാലവിദ്യക്കാർ ഈജിപ്തിലുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ചെയ്തതിനേക്കാൾ വലിയ ജാലവിദ്യ ചെയ്യുന്ന ആൾക്ക് വലിയ പാരിതോഷികം നൽകുന്നതാണ് എന്ന സന്ദേശം ഈജിപ്ത് മുഴുവനും അറിയിക്കാൻ ഫിർഔൻ സൈനികരോട് ആവശ്യപ്പെട്ടു. ഇതറിഞ്ഞ ജാലവിദ്യക്കാർ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ മത്സരത്തിന്റെ ദിവസം വന്നെത്തി. കൊട്ടാരം മുഴുവനും ആളുകളെ കൊണ്ട് നിറഞ്ഞു. ജനങ്ങളെല്ലാം രാജാവിന്റെ കൂടെ നിന്നു. പ്രവാചകന്റെ ഭാഗത്ത് ആരുമില്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടായിരുന്നു.
ജാലവിദ്യക്കാർ ഓരോരുത്തരായി അവരുടെ കയ്യിലുള്ള വടിയും കയറുമെല്ലാം തറയിലേക്കിട്ടു. അവർ ജാലവിദ്യയിലൂടെ എറിഞ്ഞ സാധനങ്ങൾ പാമ്പാക്കി. ആ പാമ്പുകൾ അവിടെ ഇഴഞ്ഞു നടന്നു. അവസാനം പ്രവാചകന്റെ അവസരമായി. അദ്ദേഹം തന്റെ വടി തറയിൽ എറിഞ്ഞപ്പോൾ വടി ഒരു വലിയ പാമ്പായി മാറി. ആ പാമ്പ് മറ്റു പാമ്പുകളെയെല്ലാം വിഴുങ്ങി. പ്രവാചകൻ ആ പാമ്പിനെ കയ്യിലെടുത്തപ്പോൾ അത് വീണ്ടും വടിയായി മാറി. അവിടെയുണ്ടായിരുന്ന എല്ലാ ആളുകളും ഇത് കണ്ട് ഞെട്ടിപ്പോയി. അവർ പ്രവാചകനെ തുറച്ചു നോക്കി. ജാലവിദ്യക്കാരടക്കം അവിടെയുണ്ടായിരുന്ന എല്ലാവർക്കും മനസ്സിലായി മൂസാ നബി അലൈഹിസ്സലാം ഒരു ജാലവിദ്യക്കാരനല്ലെന്ന്. മൂസാ നബിക്ക് വന്നിട്ടുള്ള ഈ ശക്തി മഹത്തായ എന്തോ ഒന്നിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ളതാണെന്ന് അവർക്ക് മനസ്സിലായി. ജാലവിദ്യക്കാർ പ്രവാചകന്റെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് ക്ഷമാപണം നടത്തി. ഇത് കണ്ട ഫിർഔൻ കോപാകുലനായി. നിങ്ങൾക്കെങ്ങനെ ഞാനല്ലാതെ മറ്റൊരു ദൈവത്തെ വിശ്വസിക്കാനാവും? നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ കൈകാലുകൾ മുറിച്ച് നിങ്ങളെ കുരിശിലേറ്റും. ഫിർഔൻ പറഞ്ഞു, നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യാം, പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ ശിക്ഷയേക്കാൾ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നു. ഒരാൾ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. താൻ പ്രശ്നത്തിലാണെന്ന് രാജാവ് തിരിച്ചറിഞ്ഞു. പ്രവാചകൻ ഇസ്രായേലരെ തന്റെ കൂടെ ഈജിപ്തിൽ നിന്നും മോചിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടു. ഇപ്പോഴും ഫിർഔൻ അതിന് സമ്മതിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന്റെ ശിക്ഷകൾ ഓരോന്നായി അയച്ചുകൊണ്ടേയിരുന്നു. ആദ്യം അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് വരൾച്ച നൽകി. അതോടെ വിളകളെല്ലാം നശിച്ചു. കന്നുകാലികൾ വെള്ളം കിട്ടാതെ ചത്തൊടുങ്ങി. രാജാവ് പ്രവാചകനെ വിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ വരൾച്ചയെ നിർത്താൻ സാധിച്ചാൽ ഇസ്രായേലരെ മോചിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകി. പ്രവാചകൻ അള്ളാഹുവിനോട് വരൾച്ച മാറാൻ പ്രാർത്ഥിച്ചു. വരൾച്ച മാറി. മഴ പെയ്യാൻ തുടങ്ങി. മഴ ലഭിക്കാൻ തുടങ്ങിയപ്പോൾ ഫിർഔൻ തന്റെ വാഗ്ദാനം തെറ്റിച്ചു. ഇങ്ങനെ ശിക്ഷകൾ ഓരോന്നായി ഈജിപ്തിൽ വന്നുകൊണ്ടേയിരുന്നു. ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും ഇസ്രായേലരെ മോചിപ്പിക്കാമെന്ന് വാക്ക് നൽകുകയും പ്രശ്നങ്ങൾ തീരുമ്പോൾ വാക്ക് മാറുകയും ചെയ്തു. അവർക്ക് മേൽ പകർച്ചവ്യാധികൾ നൽകുകയും വിള നശിപ്പിക്കുന്ന പ്രാണികളെയും പക്ഷികളെയുമെല്ലാം അതേപോലത്തെ ശിക്ഷകൾ നൽകിയിരുന്നു. ഒരു പ്രാവശ്യം ആ പ്രദേശം തവളകളെ കൊണ്ട് നിറച്ച് അള്ളാഹു അവരെ ശിക്ഷിച്ചു. ഓരോ ശിക്ഷയും കഴിഞ്ഞതിനേക്കാൾ ഭയാനകമായിരുന്നു. അവസാനമായി നൈൽ നദിയിലെ വെള്ളം മുഴുവനും രക്തമാക്കി മാറ്റി. എന്നിട്ടും ഇസ്രായേലരെ മോചിപ്പിക്കാൻ ഫിറഔൻ തയ്യാറായില്ല. അപ്പോൾ അവിടെയുള്ള ഇസ്രായേലരെയും കൂട്ടി രാത്രി ഈജിപ്തിൽ നിന്ന് പോകുവാൻ അള്ളാഹു പ്രവാചകനോട് ആവശ്യപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിർദ്ദേശപ്രകാരം മൂസാ നബി അലൈഹിസ്സലാം ഇസ്രായേലരെയും കൊണ്ട് രാത്രി പുറപ്പെട്ടു. ഇസ്രായേലിയർ അവിടെ നിന്ന് പോയ കാര്യം ആദ്യം ആർക്കും മനസ്സിലായില്ല. അവർക്കത് മനസ്സിലായപ്പോൾ വാർത്ത പെട്ടെന്ന് പരന്നു. അത് ഫിർഔനിന്റെ ചെവിയിലും എത്തി. വളരെയധികം ദേഷ്യം വന്നു. അവർ അധിക ദൂരം പോകുന്നതിന് മുൻപ് അവരെയെല്ലാം പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ ഭടന്മാരോട് ഫിർഔൻ കൽപ്പിച്ചു. ഫിർഔനും അവരോടൊപ്പം പോയി. അവരെല്ലാവരും ചേർന്ന് പ്രവാചകനെ അന്വേഷിച്ച് നടന്നു. പ്രവാചകനും അനുയായികളും കുറേ യാത്ര ചെയ്തു. അവർ ചെങ്കടലിന്റെ അടുത്തെത്തി. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ഫിർഔനും സംഘവും തങ്ങളെ പിടിക്കുവാനായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രവാചകൻ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം തന്റെ മുന്നിലുള്ള കടലിൽ തന്റെ വടികൊണ്ടടിച്ചു. ഉടനെ ആ അത്ഭുതം സംഭവിച്ചു. വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി. നടുവിലൂടെ അവർക്ക് കടന്നു പോകാനായി വഴിയുണ്ടായിരുന്നു. ഇത് കണ്ട് ആളുകൾ അമ്പരന്നു. ആ വഴിയിലൂടെ നടന്ന് അപ്പുറം എത്താൻ പ്രവാചകൻ ആളുകളോട് പറഞ്ഞു. അവർക്ക് വഴികാട്ടിയായ അദ്ദേഹം മുന്നിൽ നടന്നു. അവർ വളരെ സുരക്ഷിതരായി മറുകരയിലെത്തി. അപ്പോൾ പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇത് കണ്ട ഫിർഔന് ആശ്ചര്യപ്പെട്ടു. പക്ഷേ പെട്ടെന്ന് തന്നെ അവൻ സൈനികരോടും അതുവഴി പോയി പ്രവാചകനെ പിടിക്കാൻ ആവശ്യപ്പെട്ടു.
പ്രവാചകനും സംഘവും മറുകരയിലെത്തിയപ്പോൾ ഫിർഔനും സംഘവും വളരെ വേഗത്തിൽ അവരെ പിടിക്കുവാനായി കടലിലെ വഴിയിലൂടെ കടന്നു വന്നു. അവർ കടലിന്റെ നടുക്കെത്തിയപ്പോൾ രണ്ട് ഭാഗത്തും മാറി നിന്നിരുന്ന വെള്ളം കൂടിച്ചേർന്നു. സൈനികർ നിലവിളിച്ചു. എന്നാൽ വെള്ളത്തിനകത്തായതുകൊണ്ട് അവരുടെ ശബ്ദം പുറത്തു വന്നില്ല. അങ്ങനെ ഫിർഔനും ആ വെള്ളത്തിൽ കൊല്ലപ്പെട്ടു. പ്രവാചകനും സംഘവും ഇപ്പോൾ വളരെ സുരക്ഷിതരായിരുന്നു. അവർ കനാനിലേക്ക് തിരിച്ചുപോയി.